ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാനാണ്. അപ്പോൾ എനർജി ആദ്യം നോക്കാം, അതിനുശേഷം മെസ്സേജ് നോക്കാം. എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മിസ്സിങ് എനർജി സ്ട്രോങ് ആണ്. പല ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു കണക്ഷന് വേണ്ടിയും ഓപ്പോസിറ്റ് നിന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ, അല്ലാതെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയോ അല്ലെങ്കിൽ ഫാമിലി മുഖാന്തരമോ അങ്ങനെയുള്ള ഒരു ഇതില്ല. നേരിട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട്, ആരെയും ഒരു പേടിയും കൂടാതെ. കാരണം അവർക്ക് ഇത്രമാത്രം ആഗ്രഹമുണ്ട് ഇന്ന് നിങ്ങളെ കാണണമെന്ന്, നിങ്ങളോട് സംസാരിക്കണമെന്നും. അതുകൊണ്ടാണ് ഇവർ നേരിട്ട് ഇന്നത്തെ ദിവസം എല്ലാം ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വേറെ വ്യക്തി മുഖാന്തരമൊന്നും ഇന്നത്തെ ദിവസം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കത്തില്ല. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണുള്ളത് എങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി അവർ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തെങ്കിലും പോസ്റ്റോ എന്തെങ്കിലും ഫോട്ടോയോ സ്റ്റാറ്റസോ എന്തിട്ടാലും അത് കണ്ടിട്ട് ഇവർക്ക് നിങ്ങളോടുള്ള ആകർഷണം കൂടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഒരു ഫോട്ടോ സ്റ്റാറ്റസ് പോസ്റ്റ് ഇട്ടത് എങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ കൂടെയില്ല, എന്നിട്ടും നിങ്ങൾ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെയോ കോൾ ചെയ്തോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഇനി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമായോ, ഇവരെ മറന്നോ നിങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചും മറിച്ചും, അതായത് ഇതാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാതെ കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, അവർക്ക് മെസ്സേജ് ഉണ്ട്, ഇവർക്ക് മെസ്സേജ് ഉണ്ട്, ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടരുത്, അങ്ങനെയൊക്കെയുള്ള കൺട്രോളിങ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് സഡൻ ആയിട്ടായിരിക്കും ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, എന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് അവർക്ക് ഉള്ളിൽ ആ ഒരു തോന്നൽ ഉണ്ടാകുകയും അവർക്ക് അറിയണം നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്, അങ്ങനെ നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടോ, എൻ്റെ അവസ്ഥ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അവസ്ഥ അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്നിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കളഞ്ഞാൽ, അതുകൊണ്ട് എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാതെ നിങ്ങളെയും എന്നെയും സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവരോട് പറയാം എന്നുള്ള രീതിയിൽ പല ആൾക്കാരുടെ പേഴ്സൺ അവരുടെ അവസ്ഥ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും എനിക്ക് അതിന് സാധിക്കത്തില്ല എന്ന് നിങ്ങളോട് പറയുവാനും ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ എനർജി. ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ പറയാൻ ഇവർ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു, മൂവ് ഓൺ ചെയ്ത് പോകുന്നു, പക്ഷേ എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ അവസ്ഥ എന്താണ് എല്ലാം അറിയാൻ ശ്രമിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടും എനിക്ക് അങ്ങനെ മൂവ് ഓൺ ചെയ്തിരിക്കാൻ സാധിക്കാത്തത് എന്ന് ഉള്ള ആ ഒരു ചോദ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ പോകുന്നത്, ഞാൻ ഒത്തിരി തെറ്റുകൾ നിങ്ങളോട് ചെയ്തു, ഇനി എന്നോട് ക്ഷമിക്കുമോ നിങ്ങൾ, ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കുമോ നിങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ വളരെയധികം ലോൺലി ആയിട്ടാണ് ഫീൽ ആകുന്നത്, അതായത് ഒരു ഒറ്റപ്പെടൽ ഇവർ അനുഭവിക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ആ ഒരു ഒറ്റപ്പെടൽ മറ്റൊരാൾ മുഖേന നിങ്ങൾക്കറിയണം, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുമല്ലോ, ഇന്ന വ്യക്തി വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് നിങ്ങളില്ലാതെ എന്നൊക്കെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ഈ ഒരു കാര്യം പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ ഇവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ കാര്യം അറിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇവരെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ ഒരു നല്ല സ്നേഹത്തിലാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ വീണ്ടും നിങ്ങളെ ചതിച്ചിട്ട് പോകും, മൂവ് ഓൺ ചെയ്തിട്ട് പോകും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പോഴത്തെ ആ ഒരു എനർജി നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ നിഗൂഢമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ ഉള്ളത് എന്ന്. ഇനി നിങ്ങൾ ഇവരോട് ചോദിക്കും, ഇത്രയും കാലം എവിടെ പോയിരുന്നു നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, ഞാൻ എന്നെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇത്രയും കാലം എന്നൊക്കെ വലിയ വലിയ വാക്കുകൾ ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും, ഇതെന്താ പെട്ടെന്ന് ഇവർ വലിയ സ്പിരിച്വൽ ആയിട്ടുള്ള വാക്കുകൾ പറയുന്നത്, മുമ്പ് ഇവർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഒരു ഫൈറ്റും ഒരു ആർഗ്യുമെൻറ്റും ഉണ്ടാവരുത് എന്നാണ്. എല്ലാ തരത്തിലും നിങ്ങൾ നല്ലതായിട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാ അർത്ഥത്തിലും ഇവർക്ക് നിങ്ങളെ വേണം അങ്ങനെ. ഇതുകൂടാതെ ഇവർ നിങ്ങളോട് ഇതും പറയും, എനിക്കിനി ഒറ്റയ്ക്ക് വയ്യ താമസിക്കാൻ, എനിക്ക് നിങ്ങളും കൂടെ വേണം എൻ്റെ ജീവിതത്തിൽ എന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് ഇവർ നിങ്ങളുമായിട്ട് ടച്ചിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് പെർമനൻ്റ്ലി നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവർ ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കുമല്ലോ. നിങ്ങളുടെ ഒരു വിഷമം മാറുകയും ചെയ്യും. നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഇവർ എന്തായാലും ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ഇവരെ ടൈറ്റ്ലി ഹഗ് ചെയ്യുമ്പോൾ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഹഗ് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ഒരിക്കലും ഇവരുടെ കുറവുകൾ കണ്ടിട്ടില്ല. നിങ്ങൾ മറിച്ച് ഇവരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മറ്റുള്ളവർ പക്ഷേ ഇവരുടെ കുറവുകൾ പറയും, പക്ഷെ നിങ്ങൾ ഒരിക്കലും കുറവുകൾ പറയാതെ ഇവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളത്, അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ലോകം മുഴുവനും സ്വർഗമാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കൂടാതെ നിങ്ങളെപ്പോഴും ഇവരെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കണ്ടത്. ഇവർ പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കും. ഇവർക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് നിങ്ങളെപ്പോഴും ഇവർ കൊടുത്തുകൊണ്ടിരുന്നു. നെക്സ്റ്റ്, ഇവരുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ അടുത്താണ് ഉള്ളത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു മെസ്സേജ് എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 7 മണിക്കൂർ തൊട്ട് 15 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 14 മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.